നമസ്കാരം. ടു ഫാർമർ ഫോക്കസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിജോ. നമ്മളുടെ ചെടികൾക്ക് നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലാതെ ഒരു കാൽസ്യത്തിൻ്റെ വളം നമുക്ക് കൊടുത്താലോ? അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മൾ മിക്കവാറും കൃഷി ചെയ്യുമ്പോൾ ട്രീറ്റ് ചെയ്ത മണ്ണായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നെങ്കിൽ ഡോളമേറ്റോ അല്ലെന്നുണ്ടെങ്കിൽ കുമ്മായോ ചേർത്ത് 14 ദിവസം മുമ്പിട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ കൃഷി ആരംഭിക്കുന്നത്. ഗ്രോ ബാഗിലോ അല്ലെന്നുണ്ടെങ്കിൽ മണ്ണിലോ ആയിക്കോട്ടെ. നമ്മൾ കൃഷി ചെയ്യാൻ തുടങ്ങി ഏകദേശം ഒരു 30 ദിവസം അല്ലെന്നുണ്ടെങ്കിൽ 30 തൊട്ട് 40 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മണ്ണിലുള്ള കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന കുമ്മായത്തിലൂടെ അല്ലെന്നുണ്ടെങ്കിൽ ഡോളമേറ്റിലൂടെയോ ഇതിന് ലഭിക്കുന്ന കാൽസ്യത്തിൻ്റെ അളവ് നമ്മൾ ഒഴിക്കുന്ന ജലാംശത്തിലൂടെയും അതേപോലെ തന്നെ നമ്മൾ മറ്റ് വളങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഈ കാൽസ്യത്തിൻ്റെ അംശം കുറഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം അതിൻ്റെ എഫിഷ്യൻസി നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതായത് കാൽസ്യത്തിൻ്റെ അഭാവം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു വളമാണ് ഈ മുട്ടത്തോട്. ഇത് എൻ്റെ വീട്ടിൽ കുറച്ച് ദിവസങ്ങൾ ഉപയോഗിച്ച മുട്ടയുടെ തോടാണ് എടുത്ത് മാറ്റി വെച്ചിരുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കാറുണ്ട്. അപ്പോൾ ഈ മുട്ടത്തോട് ഞാൻ ചെടികൾക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് മുളക്, അതേപോലെ തന്നെ തക്കാളി, വഴുതണ, അങ്ങനെ കുറേ അധികം നാൾ നിലനിൽക്കുന്ന വിളകൾക്ക് അത്യാവശ്യമായിട്ട് കൊടുത്തിരിക്കേണ്ട ഒരു വളമാണ്. നമ്മൾ കാൽസ്യം കണ്ടിട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം ഇത് ഞാൻ കൊടുക്കുന്നത് പൊടിച്ചാണ് ചെടികൾക്ക് ചേർക്കുന്നത്. ഇതെങ്ങനെയാണ് ചേർക്കുന്നത് എന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പൊടിച്ച് ചേർക്കുമ്പോൾ ചെടികൾക്ക് വളരെ പെട്ടെന്ന് അബ്സോർവ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇതിനകത്ത് മുട്ടയുടെ എന്തെങ്കിലുമൊക്കെ അംശം ഉണ്ടെങ്കിൽ ഉറുമ്പ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, വേറെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ കൈവച്ച് വെറുതെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരുപാട് സമയമെടുക്കും ചെടികൾക്ക് അബ്സോർവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും മുട്ടയുടെ കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഉറുമ്പ് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് രണ്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പൊടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഇതിനെ പൊടിച്ച് ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നതെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് വരാമേ. നമ്മൾ പ്രധാനമായിട്ടും കാൽസ്യം കൊടുക്കേണ്ടത് മുളക് ചെടികൾക്ക്, അതേപോലെ തന്നെ തക്കാളി, വഴുതണ, ഇങ്ങനെയുള്ള ദീർഘനാൾ, അതായത് 90 ദിവസത്തിന് മുകളിൽ നിൽക്കുന്ന ചെടികൾക്ക് വേണം നമ്മൾ ഈ വളങ്ങൾ പ്രധാനമായിട്ടും കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് കാൽസ്യത്തിൻ്റെ ആവശ്യം കൂടുതലുള്ളത്. എല്ലാ ചെടികൾക്കും വേണം, പക്ഷേ ഇതിന് പ്രധാനമായിട്ടും വേണം. മുളകിനൊക്കെ ഈ കാൽസ്യം ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം എൻ്റെ കുറച്ച് ക്യാപ്സിക്കം ചെടികൾ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്തേക്കുന്നത്. ഇതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ഓൾറെഡി പൂത്തിട്ടുണ്ട്. ഇതിനകത്തെല്ലാം പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മൂട് ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കാം. ജസ്റ്റ് ഇതിൻ്റെ സൈഡൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് വെച്ച് ഇളക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ വേരൊന്നും പോകാതെ വലിയ ഇളക്കലൊന്നും വേണ്ട. ജസ്റ്റ് സൈഡൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ പൊടിച്ച് വെച്ചേക്കുന്ന മുട്ടത്തോട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒറ്റ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഒരു ചെടിക്ക്. അങ്ങനെ നമ്മൾ ഇനി വരുന്ന എല്ലാ മാസത്തിലും ഇട്ട് കൊടുക്കുന്നതാണ്. ഇതിപ്പോൾ ഏകദേശം 40 ദിവസം പ്രായമുള്ള ചെടികളാണ് ഇവിടെ ഉള്ളത്. ഇനിയൊരു നന കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ വേരിലേക്ക് പോയിക്കോളും. വേര് അബ്സോർവ് ചെയ്ത് എടുത്തോളും. അങ്ങനെ നമ്മുടെ ചെടികൾക്ക് നമ്മൾ കാൽസ്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൂത്തേക്കുന്ന പൂവുകളൊക്കെ പെട്ടെന്ന് കായായി മാറാനും, അതേപോലെ തന്നെ എല്ലാ കായ്കളും നല്ല കരുത്തോടു കൂടി തന്നെ വളർന്നു വരാനും സഹായിക്കുന്ന ഒരു ഘടകമാണ് കാൽസ്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മുളക് ചെടികൾക്ക് കാൽസ്യം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായൊരു കാര്യമാണ്. ചെടികൾക്ക് നമ്മൾ ഈ വളം ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ചെടികൾക്ക് ഒരു നന കൊടുക്കാം. ബാക്കി എൻ്റെ സലാഡ് കുക്കുംബറൊക്കെ ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് പിടിച്ച് വരുന്നതേ ഉള്ളൂ. ഇതിനിപ്പോൾ ഇതിൻ്റെ വളം കൊടുക്കേണ്ട ആവശ്യമില്ല.
അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചെടികളൊക്കെ നല്ല രീതിയിൽ തന്നെ വളർന്നു വരട്ടെ. അപ്പോൾ വീണ്ടും നല്ലൊരു കൃഷി റിലേറ്റഡുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്